അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ആറ്റിങ്ങൽ മസ്ജിദിൽ നിന്നും ഖുത്ബ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഏകദേശം ഒരു 3-4 കിലോമീറ്ററിനടുത്ത് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് രോഗിയായി കിടക്കുന്നു. അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരു റൂമിൽ അദ്ദേഹം ക്യാൻസറിൻ്റെ വല്ലാത്ത രോഗങ്ങളും പ്രതിസന്ധിയുമായിട്ട് അദ്ദേഹം ഒരു റൂമിൽ കിടക്കുന്നു. അടുത്ത റൂമിൽ തൻ്റെ ആകെയുള്ള ഒരു മകൻ 2 വീലർ ഓടിക്കുന്നതിനിടയിൽ ഒരു പട്ടിയെടുത്ത് കുറുകെ ചാടിയിട്ട് കയ്യിലും കാലിലുമൊക്കെ ഒടിവ് സംഭവിച്ച് മറ്റൊരു റൂമിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, അള്ളാഹു എന്തെങ്കിലും ഹൈർ നിശ്ചയിച്ചിട്ടുണ്ടാകും, താങ്കളിതിൽ ക്ഷമിക്കുക. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് റമളാനിൽ 40 റമളാൻ കൊണ്ട് ഒരു നോമ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ കിടപ്പ് ഇങ്ങനെ നീണ്ടുപോയാൽ ഈ വർഷത്തെ റമളാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന വേദന എനിക്കുണ്ട്. അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ മൂത്ത ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയാണ് അദ്ദേഹത്തിൻ്റെ ഗൾഫ് രാജ്യത്തിലേക്ക് അയച്ചതും അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു സാമ്പത്തികമായ ഭദ്രതയിലൊക്കെ കൊണ്ടുവന്നത് ആ സഹോദരിയാണ്. എന്തോ ചെറിയ സൗന്ദര്യപ്പണക്കം കാരണം 4-5 വർഷം കൊണ്ട് പിണക്കത്തിലാണ്. രോഗിയായി കിടന്ന ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി അവർ വന്നു. പക്ഷേ വന്നപ്പോഴും കണ്ണടച്ച് നിശബ്ദനായി സംസാരിക്കുക പോലും ചെയ്യാതെ അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇസ്മായിൽ സാഹിബേ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ 21-ാമത്തെ ഒരു ആയത്തുണ്ട്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദിന ദൂനൽ അദാബിൽ അക്ബർ. വലിയ വലിയ ശിക്ഷ, ചിലപ്പോൾ മരണമാകാം, എന്തെങ്കിലും ദുരിതങ്ങളോ വലിയ ദുരന്തങ്ങളോ ആകാം. അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുന്നതിന് മുമ്പ് അള്ളാഹു വലനുദീഖന്നഹും മിനൽ അദാബിൽ അദിന, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും, ചെറിയ ചെറിയ തട്ടിയുണർത്തലുകൾ അള്ളാഹു നൽകും. എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ വേണ്ടി, നമ്മളൊന്ന് പിറകിലോട്ടൊന്ന് തിരിയാൻ വേണ്ടി. ഞാൻ എൻ്റെ സഹോദരിയുമായുള്ള ബന്ധം മുറിഞ്ഞു പോയതിൻ്റെ പേരിലാണ്. കാരണം ഞാനിത് പറയുന്നതിൻ്റെ കാരണം 2-3 റമളാനിന് മുൻപ്, ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റമളാനിൽ ഒരു സഹോദരനുമായി പിണങ്ങിയ ഒരു സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വൈരാഗ്യമോ പകയോ ഒക്കെ രൂക്ഷമാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ സർവ്വ നന്മയും നഷ്ടപ്പെട്ടു പോകും. നമ്മളൊക്കെ മീഡിയയിലൂടെ കാണുകയും വായിക്കുകയും ചെയ്തതാണ്. സ്വന്തം ജ്യേഷ്ഠൻ്റെ ആ കുടുംബത്തെ ഒന്നടങ്കം തകർക്കുന്നതിന് വേണ്ടി ഐസ്ക്രീമിൽ വിഷം ചേർത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ നോമ്പില്ലാത്ത ആ മകൻ ഐസ്ക്രീം കഴിക്കുകയും പിടഞ്ഞു മരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും പരസ്പരം ചേർന്ന് നമസ്കരിക്കുമ്പോഴും മാനസികമായി ഒരുപാട് അകലങ്ങളിലാണ്. സഹോദരനും സഹോദരിയും മാതാപിതാക്കളും മക്കളും ഭാര്യയും കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും മാനസികമായി ഒരുപാട് അകന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വഹുവ ശഹ്റുൻ തുർഫഉ ഇലല്ലാഹ്, ഈ മാസം ഒരു വർഷത്തേക്കുള്ള മുഴുവൻ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. നാം കുടുംബബന്ധം, നമുക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ, അങ്ങനെയുള്ള കുടുംബബന്ധം മുറിക്കപ്പെട്ടവരായ നിലയിലാണ് ഈ റമളാനിലേക്ക് നാം
പ്രവേശിക്കുന്നതെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ഉപരിലോകത്തേക്ക് അത് ഉയർത്തപ്പെടുകയില്ല. റബ്ബത് സ്വീകരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയായ ഒരു പ്രവാചക വചനം, അവൻ ആരുമായി ബന്ധം മുറിച്ചുവോ ഞാൻ അവനുമായി യാതൊരു ബന്ധവുമില്ല. എന്നാണോ ആ മുറിഞ്ഞ ബന്ധം ചേർത്തു വെക്കുന്നത്, അന്നു മുതലാണ് അയാളുടെ കർമ്മങ്ങൾ നാം സ്വീകരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന ഈ പകലിലും നാം പിടിക്കുന്ന നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും രാത്രിയിലെ നമസ്കാരങ്ങളും അള്ളാഹു സ്വീകാര്യമാകണമെങ്കിൽ സ്വന്തം മാതാവിനോട്, സ്വന്തം പിതാവിനോട് വർഷങ്ങളോളം പിണങ്ങിയിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ബന്ധം ചേർത്ത് പരസ്പരം ഫോൺ വിളിച്ച് അല്ലെങ്കിൽ അവരുമായി കണ്ട് സന്തോഷത്തോടെ ഒന്ന് ആലിംഗനം ചെയ്ത് പരസ്പരം മാപ്പ് പറഞ്ഞ് പുഞ്ചിരിച്ച് ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനും, ഒരുപക്ഷെ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമദാനായാൽ ആ റമദാൻ നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കണം. ഹൃദയവിശാലതയോടുകൂടി മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്ന, വിട്ടുവീഴ്ച നൽകുന്ന കാരുണ്യവും ഹൃദയവിശാലതയും അല്ലാഹു നമുക്കൊക്കെയും നൽകി നമ്മെ അനുഗ്രഹിക്കും.